നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിമണ്ണൂർ ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം TM കമലം ഉദ്ഘാടനം ചെയ്തു. വെട്ടിമറ്റം സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് പള്ളിയിൽ 5 ദിവസത്തെ വിശ്വാസവർഷ കൺവെൻഷന് തുടക്കമായി. കഷ്ടപ്പാടുകളെ അതിജീവിച്ച് വിജയം നേടിയ അലൻ ബേബി. സൈക്ലിംഗിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ വാരിക്കൂട്ടിയാണ് അലൻ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചത്. മുതലക്കോടും സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. കാണ്ടിസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. AIYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ദളിത് ഐക്യസമിതി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TD എഴുതോ നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് അമേപ്ര സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിമണ്ണൂർ ഏരിയ സമ്മേളനം നടന്നു. മാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം TM കമലം ഉദ്ഘാടനം ചെയ്തു. AS ഇന്ദിര ടീച്ചർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KM ഉഷ സംഘടനാ റിപ്പോർട്ടും ലീല രവി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ശൈലജ സുരേന്ദ്രൻ, സ്വാഗത സംഘം കൺവീനർ N സദാനന്ദൻ, രേഖ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് മഹിളാ പ്രസ്ഥാനം രൂപം കൊണ്ടത്? ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. ബാറ് മറിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ മുട്ടിന് താഴെ തുണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ സ്ത്രീകൾ കല്ലുമാല മാത്രം ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കല്ലുമാല വലിച്ചെറിഞ്ഞിട്ട് നമ്മള് അന്ന് ബാറ് മറിക്കുന്ന കല്ലുമാല കൊണ്ട് ദേഹമാസകലം മറയ്ക്കുന്ന ഒരു സ്ത്രീയിൽ മുട്ടിന് താഴെ തുണി തട്ടി കൊടുക്കാൻ പറ്റില്ല. എന്തിനേറെ അന്നത്തെ ആ കാലഘട്ടത്തിൽ സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കണമെങ്കിൽ അവിടുത്തെ ജന്മിയുടെ അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രഭുവിന് കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ കന്യാദാനം നടത്തിയതിനു ശേഷം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിമണ്ണൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കരിമണ്ണൂർ ടൗണിൽ പ്രകടനം നടത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ പ്രചാരണത്തെയും മഹിള ശാക്തീകരണത്തെയും സംബന്ധിച്ച ആലോചന യോഗം ചേർന്നു. കാരിക്കോട് തബ്ലീഗുൽ ഇസ്ലാം മദ്രസ ഹാളിൽ ചേർന്ന യോഗത്തിൽ SKIMB ബോർഡ് മാനേജർ പിണങ്ങോട് അബൂബക്കർ, സെക്രട്ടറി കുടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമുദായത്തിന്റെ മുഖ്യധാരയെ ബലപ്പെടുത്തിയെടുക്കാൻ ആവശ്യമാകുന്നതും അതോടൊപ്പം അഹ്ലുസുന്നത്തി വൽ ജമാഅയെ ശക്തിപ്പെടുത്താനുമാണ് ഈ പത്രം നിലവിൽ വരാൻ ആഗ്രഹിക്കുന്നത്. അല്ലാത്ത മറ്റൊരു ചിന്തയും ഇതിന്റെ മുമ്പിലില്ല. ഞാനത് വ്യംഗ്യമായി സൂചിപ്പിക്കുന്നതിൽ അത്തരത്തിലൊന്നും നമ്മൾ ആശങ്കപ്പെടുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ടാണ്. മറിച്ച് നമ്മുടെ ഈ മുഖ്യധാര സാമൂഹിക അവസ്ഥയെ നിലനിർത്താൻ അതിന് സഹായകമാകുന്ന വിധത്തിൽ നിന്നുകൊണ്ട്, എന്നാൽ സുന്നി ആശയത്തെ, സമസ്തയുടെ ആശയത്തെ നിലനിർത്താനും പ്രചരിപ്പിക്കാനും വേണ്ടിയുള്ള പത്രം. പലപ്പോഴും മറ്റു പലതിനും പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കി അത് അതിൻ്റെതായ പരിമിതികളാണ്. ദൈവവചനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ച വിശുദ്ധിയിലേക്ക് വളരാൻ എല്ലാവർക്കും കടമയുണ്ടെന്ന് തൊടുപുഴ ഫെറോന വികാരി റെവറന്റ് ഫാദർ ജോസ് മോനിപ്പള്ളി.
വിശ്വാസവർഷത്തോടനുബന്ധിച്ച് വെട്ടിമാറ്റം സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് പള്ളിയിൽ ആരംഭിച്ച വിശ്വാസവർഷ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വചനപ്രഘോഷകൻ ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം വചന സന്ദേശം നൽകി. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ, ഫാദർ ജോർജ് പനക്കൽ, ഫാദർ മാത്യു തടത്തിൽ എന്നിവരും വരും ദിവസങ്ങളിൽ വചനപ്രഘോഷണം നടത്തും. അല്ലെങ്കിൽ വിശ്വാസം തന്റെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശ്വാസം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തില് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസമാകുന്ന വലിയ ദൈവത്തിന് മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഭാ മക്കളായ നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഒരു വലിയ വിപർസന്ധിയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പിതാവായ തോമാസ് ലൂഹായിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആ വിശ്വാസ ദീപം അണഞ്ഞു പോകാതെ നമ്മുടെ ജീവിതത്തില് ആ വിശ്വാസത്തിന് സാക്ഷികളായിട്ട് ജീവിക്കുവാനായി കഷ്ടപ്പാടുകളെ അതിജീവിച്ച് വിജയം നേടി അലൻ ബേബി. സൈക്ലിംഗിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയാണ് അലൻ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചത്. ഇടുക്കി കൈതപ്പാറ മനയത്തടം സ്വദേശി അലൻ ബേബി 5 വർഷം മുമ്പാണ് സൈക്ലിംഗ് മത്സരത്തിലേക്ക് കടന്നു വന്നത്. 2 വർഷമായി തിരുവനന്തപുരം സായിയിൽ ഹയർ സെക്കൻഡറി പഠനത്തോടൊപ്പം സൈക്ലിംഗ് പരിശീലനവും നടത്തുന്ന അലൻ ബേബി ഇതിനകം പങ്കെടുത്ത ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നിന്നായി 5 സ്വർണവും വെള്ളിയും വെങ്കലവും അടക്കം 7 മെഡലുകളാണ് നേടിയത്. 4 വശവും വനത്താൽ ചുറ്റപ്പെട്ടതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഗ്രാമമാണ് കൈതപ്പാറ. അതിനാൽ ടൗണിലെ ബന്ധുവീട്ടിൽ നിന്നുള്ള സ്കൂൾ പഠനത്തിനിടയ്ക്കിടെ സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയും അലൻ ബേബിക്ക് മികച്ച പരിശീലനമായി. യാത്രാ സൗകര്യമില്ലാത്ത കൈതപ്പാറ മനയത്തടത്തോട്ട് നിരവധി തവണ സൈക്കിൾ ചവിട്ടിയും നടന്നും പോയുള്ള ഈ ഒരു പഴഞ്ചൊല്ലിൽ പതിരില്ല, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അവനവന് ചെയ്യാനാവുന്നതിന് മാത്രമേ ശ്രമിക്കാവൂ എന്നർത്ഥം. ജലാശയത്തിൽ മുങ്ങിത്തപ്പി ജലജീവികളെ ഭക്ഷണമാക്കുന്ന വെള്ളത്തിക്കാക്കയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. വെള്ളത്തിനടിയിൽ പരതി നടക്കുമ്പോൾ കാക്കയ്ക്ക് മുന്നിലെത്തിയ ഇര ഇത്ര വലുതാകുമെന്ന് കാക്ക വിചാരിച്ചു കാണില്ല. കാര്യത്തോടടുത്തപ്പോഴാണ് ഇരയെ അകത്താക്കാൻ തനിക്കാവുന്നില്ല എന്ന തിരിച്ചറിവ് കാക്കയ്ക്കുണ്ടായത്. പിന്നെ ആരും കാണാതെ യാതൊന്നും സംഭവിക്കാത്തതുപോലെ തന്നെ പാറപ്പുറത്ത് കയറി വെയിൽ കാഞ്ഞ് ചിറകുണക്കി അടുത്ത ഇര തേടലിനായി തയ്യാറായി. എന്നാൽ ചത്ത മീനാകട്ടെ വെള്ളത്തിനു മുകളിൽ ഒരു വെള്ളി വെളിച്ചമായി മാറി അടുത്ത അവകാശിക്കായി. മുതലക്കുളം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 21 രാവിലെ 7 കോതമംഗലം മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ കൊടിയേറ്റും തിരുസ്വരൂപ പ്രതിഷ്ഠയും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് ഒലിയപ്പുറം, കൈക്കാരന്മാരായ ജോണി ആക്കപ്പടിക്കൽ, TJ ജോണി താന്നിക്കൽ, ജോർജ് മൂഴിയിൽ, ഷെല്ലി ചെമ്പരത്തി, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോയി കല്ലങ്കക്കുടിയിൽ, ജോയിന്റ് കൺവീനർ റെജി പ്ലാക്കൽ, പബ്ലിസിറ്റി കൺവീനർ ടോം ജെ കല്ലറക്കൽ, ഡെക്കറേഷൻ കൺവീനർ ജസ്റ്റിൻ പനച്ചിക്കാട്ട്, ഫുഡ് കമ്മിറ്റി കൺവീനർ ജോളി കോണ്ടൂർ എന്നിവർ പങ്കെടുത്തു. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോളം ഫൊറോന പള്ളിയിൽ പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥനും അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഈ വർഷം പതിവ് പോലെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഏപ്രിൽ 21, 22, 23, 24 തീയതികളിൽ തിരുനാൾ ഒരുക്കമായിട്ടുള്ള നൊവേന നവനാൾ പ്രാർത്ഥന ഏപ്രിൽ 16 തീയതി ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും 10 മണിക്ക് ആഘോഷമായ കുർബാനയും നൊവേന പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. തിരുനാളിന് ആഘോഷമായ AIYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ K. സലികുമാർ, ജനറൽ കൺവീനർ PP ജോയി എന്നിവർ അറിയിച്ചു. ഏപ്രിൽ 19, 20, 21 തീയതികളിലായി തൊടുപുഴയിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 പാമ്പനാർ KS ആനന്ദൻ സ്മാരകത്തിൽ നിന്ന് VJ രാജപ്പന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന കൊടിമരം PP ജോയിയും മൂന്നാർ പാപ്പമ്മാൾ ഹസൻ റാവുത്തർ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരോഗ്യദാസിന്റെ നേതൃത്വത്തിൽ എത്തുന്ന പതാക K. സലീംകുമാറും കട്ടപ്പനയിൽ നിന്ന് അഡ്വക്കേറ്റ് അഭിലാഷിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന ബാനർ AIYF ജില്ലാ സെക്രട്ടറി പ്രിൻസ് മാത്യുവും ഏറ്റുവാങ്ങും. 5 മണിക്ക് മങ്ങാട്ടുകോലിൽ നിന്ന് ആരംഭിക്കുന്ന യുവജന റാലി മുനിസിപ്പൽ മൈതാനിയിൽ എത്തിച്ചേരുമ്പോൾ സമ്മേളനം ആരംഭിക്കും. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. K. സലീംകുമാർ അധ്യക്ഷത വഹിക്കും. 20 വർഷങ്ങൾക്ക് ശേഷം അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ AIYFന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ വെച്ച് നാളെ മുതൽ 3 ദിവസക്കാലം നടത്തപ്പെടുകയാണ്. ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന ബാനർ, കൊടിമരം, പതാക ജാഥകൾ
തൊടുപുഴ മങ്ങാട്ടുകര ബസ് സ്റ്റാൻഡിൽ സംഗമിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിനായി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ വികസന പ്രവർത്തനങ്ങൾ എന്ത് നടക്കുന്നു എന്ന വിഷയത്തിൽ ജനകീയ ചർച്ച നടത്തി. കോലാനി നടന്ന ജനകീയ ചർച്ച CPM തൊടുപുഴ ഏരിയ സെക്രട്ടറി VV മത്തായി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് R ഹരി വിഷയ അവതരണം നടത്തി. അഡ്വക്കേറ്റ് N ചന്ദ്രൻ, KM ബാബു, PB ഷിബു, KM ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു 30 സെന്റ് 35 സെന്റ് സ്ഥലം വിലക്കെടുത്ത് പ്രത്യേക ഒരു കോമ്പൗണ്ടും ഒരു ഓഫീസും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ മേലെ? അതിന് ഞങ്ങളെല്ലാം 100% പിന്തുണ നൽകാം. നമ്മളൊന്നും ചെയ്യുന്നില്ല, പൈസ ഒന്നും ചെയ്യുന്നില്ല മുനിസിപ്പാലിറ്റിക്ക് വരുന്നത്. അങ്ങനെ ചെയ്യാൻ മേലെ? അതൊന്നും ഇനി ഞങ്ങളുടെ 2.5 കൊല്ലം കൊണ്ട് നടക്കൂല. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്നാ കൗൺസിൽ ചോദിക്കണേ. എന്തെങ്കിലും 1 രൂപയുടെ ഒരു പണിയെങ്കിലും മനുഷ്യന് ബോധ്യപ്പെടുന്നത് ചെയ്യണ്ടേന്നാണ് ചെയർമാനും കൂടെയുള്ള ആളുകളും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചെയർമാനോട് പറഞ്ഞു, നിങ്ങളാണ് കത്ത് നൽകിയിരിക്കുന്നത്, ഈ കത്ത് പിൻവലിക്കുക എന്നുള്ളതാണ് മാന്യമായ നടപടി. അദ്ദേഹം പിൻവലിക്കില്ല, മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റിവെക്കാൻ നിയമമില്ല. പവർ കട്ടിന് പിന്നാലെ വൈദ്യുതി ജീവനക്കാർ ഉപഭോക്താക്കളോട് ധിക്കാരപരമായ നടപടികളുമായി രംഗത്ത്. വൈദ്യുതി ബിൽ തുക യഥാസമയം അടയ്ക്കാത്തതിന്റെ പേരിൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതാണ് പുതിയ രീതി. തുക അടയ്ക്കാൻ ഒരു ദിവസം തെറ്റിയാൽ ഉപഭോക്താവിനെ അറിയിക്കാതെ ഫ്യൂസ് ഊരുന്നത് നിയമവിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടി. വിച്ഛേദിക്കുന്ന ബന്ധം പണം അടച്ചാലും ജീവനക്കാരുടെ സൗകര്യം കണക്കിലെടുത്ത് മാത്രമേ പുനഃസ്ഥാപിക്കുകയുള്ളൂ. വ്യാഴാഴ്ച കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ 4 കണക്ഷനുകളുള്ള വ്യാപാര സ്ഥാപനത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് വിവാദമായി. സ്ഥാപന ഉടമയുടെ വിവരം പറയാതെ ഫ്യൂസ് കാരിയറുകൾ എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഇതേ തുടർന്ന് ബിൽ തുക അടച്ചെങ്കിലും തങ്ങൾക്ക് സൗകര്യപ്പെടുമ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാമെന്ന നിലപാടിലായിരുന്നു ജീവനക്കാർ. ഉയർന്ന ഉദ്യോഗസ്ഥരെ ചില മാധ്യമപ്രവർത്തകർ സമീപിച്ചതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. വ്യാപാര സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയ നടപടി വ്യാപകമായ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. കാഡിസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കം കുറിക്കും. കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ കാഡിസിന് എതിർവശത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് മേള നടക്കുന്നത്. ആത്മ ഇടുക്കിയുടെ സഹകരണത്തോടെ നടത്തുന്ന ഗ്രീൻ ഫെസ്റ്റ്, വിത്ത് മഹോത്സവം, നാടൻ ഭക്ഷ്യമേള എന്നിവ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. 10ാം ഉദയത്തോടനുബന്ധിച്ച് കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ആവശ്യമായ വിത്തുകളും നടീൽ വസ്തുക്കളും എത്തിക്കുകയാണ് മേളയുടെ ലക്ഷ്യം. വെള്ളിയാഴ്ച രാവിലെ 10-ന് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ TJ ജോസഫ് അധ്യക്ഷത വഹിക്കും. മൃഗസംരക്ഷണ അവാർഡ് ജേതാവ് TJ ഷാർലറ്റ് ദീപം തെളിയിക്കും. കേന്ദ്ര സർക്കാരിന്റെ കൊക്കോ പുതുകൃഷിയുടെ സബ്സിഡി വിതരണ ഉദ്ഘാടനം PT തോമസ് MP നിർവഹിക്കും. കാഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഗ്രീൻ ഫെസ്റ്റ് ഏപ്രിൽ 19-ാം തീയതി മുതൽ 23-ാം തീയതി വരെ തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ആരംഭിക്കുകയാണ്. 19 രാവിലെ 10 മണിക്ക് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് ആണ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് 5 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മേളയിൽ 8 വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സെമിനാറുകളും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിത്തുകളും തൈകളും. ദളിത് ഐക്യസമിതി സംസ്ഥാന പ്രസിഡന്റ് അമീപ്ര തൊട്ടിക്കരയിൽ അഡ്വക്കേറ്റ് TD എൽദോ നിര്യാതനായി. 46 വയസ്സായിരുന്നു. രാവിലെ നടക്കാനിറങ്ങിയ എൽദോ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് അമീപ്ര സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ. ഭാര്യ ജെസി MG സർവകലാശാല ഉദ്യോഗസ്ഥയാണ്. മക്കളായ ഡേവിസ് ജോൺസ് എന്നിവർ മുട്ടം ശാന്താൾ ജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ദളിത് ഐക്യസമിതി സംസ്ഥാന പ്രസിഡന്റ് അമീപ്ര തൊട്ടിക്കരയിൽ അഡ്വക്കേറ്റ് TD എൽദോയുടെ മൃതദേഹം മുനിസിപ്പൽ മൈതാനിൽ പൊതുദർശനത്തിന് വെച്ചു. ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു.